ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യരുടെ ഇടയിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ് യഹോവ, അല്ലേ? യേശുവ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ്. നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു സാങ്ച്വറി ദൈവത്തിന് വേണ്ടി, ഒരു വിശുദ്ധ മന്ദിരം ദൈവത്തിന് വേണ്ടി പണിയുവാണെങ്കിൽ ദൈവം അതിലൊന്നും താമസിക്കാൻ പോകുന്നില്ല, വസിക്കാൻ പോകുന്നില്ല. ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച്, ദൈവം ഹോളിയാണ്, ഹോളിയായിട്ട് തന്നെ അത് ചെയ്യുവാണെങ്കിൽ, അത് നമ്മുടെ പൂർണ്ണ മനസ്സോടുകൂടെ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ഇടയിൽ വസിക്കും എന്ന് ദൈവം നമുക്ക് വാഗ്ദാനം തരുവാണ്. മനുഷ്യര് അവരുടെ ഇഷ്ടത്തിന് പ്രകാരം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ദൈവത്തിന് സ്വീകാര്യമായിരിക്കണം എന്ന് താല്പര്യമില്ല. സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് വിട്ടത് അത് നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരമല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമാണ്. നമ്മൾ ചോദിക്കാതിരുന്ന സമയത്ത് പോലും, നമ്മൾ പാപികളാണെന്ന് പോലും നമുക്ക് അറിയത്തില്ലാത്ത സമയത്ത്, അല്ലെ? നമ്മൾ മരണത്തിന്റെ പിടിയിലാണ് നമുക്ക് അറിയത്തില്ലാത്ത സമയത്ത് പോലും നമ്മൾക്ക് വേണ്ടി ലോകത്തിലെ സ്വന്തം പുത്രനെ വിട്ടുകൊണ്ട്, നമ്മൾക്ക് വേണ്ടി സ്വന്തം പുത്രനെ ക്രോസ് ഓഫ് കാൽവറി പാവമായിട്ട് തീർത്തുകൊണ്ട് ഇന്ന് നമ്മളെ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്ന ആൾക്കാരാക്കി മാറ്റിയിരിക്കുകയാണ്. സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സകല കാര്യം ദൈവം ചെയ്തു തന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അവന് വസിക്കാൻ, അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സാങ്ച്വറി, അല്ലെ, ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുക. അത് നമ്മുടെ ഹൃദയം തന്നെയാണ്, അല്ലെ? അതിനെപ്പറ്റി ദൈവം പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലല്ലാതെ അവന് ഇഷ്ടമുള്ള രീതിയിൽ, നമ്മുടെ ജീവിതം അവന് ഇഷ്ടമുള്ള രീതിയിലാണ് അവൻ വന്ന് വസിക്കുക തന്നെ ചെയ്യും. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിച്ച ശേഷം മുമ്പോട്ട് പോകും. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു, അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ ഞങ്ങളെ വീണ്ടെടുത്തതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ ഉപേക്ഷിച്ച് കളയാതിരുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇന്നും കൂടെ ഉണ്ട് എന്നുള്ളതിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. ഇന്നും ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ. പുറപ്പാടിലേക്ക് പോകാം. എക്സോഡസ്, അല്ലെ? അതിന്റെ 25ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 8 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കുക. അപ്പൊ നമുക്കറിയാം, പുറപ്പാടില് 12ാമത്തെ ചാപ്റ്റർ വായിക്കുമ്പോൾ എക്സോഡസ് അവർ തുടങ്ങുന്നതിനെ പറ്റി ദൈവം കാണിച്ചിരിക്കുന്നു. എന്താ പറയാ, പാസ് ഓവർ, അല്ലെ? ജീസസിന്റെ മരണത്തെ പറ്റി അവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഊനമൊന്നുമില്ലാത്ത 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ, അല്ലെ, കൊല്ലണമെന്നും വൈകുന്നേര സമയത്ത്, സന്ധ്യാസമയത്ത് അതിനെ കൊന്നിട്ട് വാതിലിന്റെ കട്ടിലപ്പടിയിലെല്ലാം രക്തം, അല്ലെ, തേക്കണമെന്നും ആ വാതിലിന്റെ ഉള്ളിൽ അകത്തായിരിക്കണമെന്നും ഇസ്രായേൽ മക്കളോട് പറയുന്നു. ദൈവത്തിന്റെ സംഹാര ദൂതൻ, ഏഞ്ചൽ ഓഫ് ഡിസ്ട്രക്ഷൻ, അല്ലെ, പാസ് ചെയ്യുമ്പോൾ, ദൈവം പാസ് ചെയ്യുമ്പോൾ, ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ് ആണല്ലോ ഏഞ്ചൽസ് എന്ന് പറഞ്ഞപ്പോൾ. അപ്പൊ സ്ട്രൈക്ക് ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ കോപത്തിന് ഇരയായിപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ആ വാതിലിന്റെ ഉള്ളിൽ, ആ വീടിന്റെ ഉള്ളിലായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാല് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെതാണ് പാസ് ഓവർ, യഹോവയുടെ പാസ് ഓവറാണ്. യഹോവയുടെ പാസ് ഓവറിൽ നമ്മൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ പറയണ, ആ രക്തത്തിന്റെ കീഴിലായിരിക്കും. രക്തം കാണിച്ചിരിക്കുന്ന ആട്ടുകുഞ്ഞിന്റെ രക്തത്തെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ രക്തത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ രക്തം നമ്മുടെ വീട്ടിൽ കാണുകയാണെങ്കിൽ, യേശുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ കാണുകയാണെങ്കിൽ, അല്ലെ, ദൈവത്തിനെ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ നമ്മളെ ദൈവം നശിപ്പിച്ചു കളയത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കൽ ദൈവത്തിന്റെ എന്താ പറയുക, കോപത്തിന്റെ ഇരയായി തീരുകയും നമ്മൾ നശിച്ചു പോവുകയും ചെയ്യും, അല്ലെ? ഇവിടെ 25ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, 1 തൊട്ട് 8 വരെയുള്ള വാക്കുകൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. യഹോവ മോശയോട് കൽപ്പിച്ച് എന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാട് പൊന്നു, വെള്ളി, താമ്രം, നീല നൂൽ, ധൂമ്ര നൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ, കോലാട്ടു രോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റത്തോൽ, തഹശുതോൽ, ഖദിരമരം, വിളക്കിന് എണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗം, എഫോദിനും മാർപ്പതക്കത്തിനും പതിപ്പാൻ ഗോമേദക്കല്ല്, രത്നങ്ങൾ എന്നിവ തന്നെ. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഇവിടെ ദൈവം കൽപ്പന കൊടുക്കുവാണ് മോസസ് വഴി ഇസ്രായേൽ മക്കളിനോട്. നമുക്കറിയാം, ഇപ്പൊ അതിന് മുമ്പായിട്ട് ഉള്ള ചാപ്റ്ററുകളൊക്കെ വരുമ്പോൾ ദൈവം കൽപ്പനകൾ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. മനുഷ്യവർഗത്തിന് നടുക്ക് താമസിക്കാൻ, മനുഷ്യവർഗത്തിന്റെ നടുക്ക് ആയിരിക്കാൻ താല്പര്യപ്പെടുന്ന, ടാബർനാക്കിൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ദൈവമാണ് ദൈവം, അല്ലെ, യഹോവ.
വേറൊരു ദൈവത്തെ പറ്റി നമ്മൾ ഒരിക്കൽ പോലും അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും എന്ന് പറഞ്ഞ ദൈവത്തെപ്പറ്റി പോലും നമ്മൾ കണ്ടിട്ടില്ല, യഹോവയല്ലാതെ. എബ്രഹാമിന് കൊടുത്തിരിക്കുന്ന ഒരു കവനന്റ് ആണ്, ഞാൻ നിന്റെ ദൈവമായിരിക്കും, നിന്റെ തന്നെയാണ്, നിന്റെ ഡിസെൻഡൻസിന്, നിന്റെ മക്കളുടെ, നിന്റെ എന്താ പറയാ, ഇനി വരാൻ പോകുന്ന തലമുറകളുടെ ദൈവമായിരിക്കും ഞാൻ. ജനസീസിന്റെ ഉൽപ്പത്തിന്റെ 17 പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ ദൈവം എബ്രഹാമിന് എബ്രഹാമിനോട് ഈ കവനന്റ് വെച്ചു, ഞാൻ നിന്റെ ദൈവമായിരിക്കും എന്ന് പറഞ്ഞപ്പോ ദൈവം എന്താ ചെയ്തു വെച്ചാൽ നമ്മളെയും കൂടെ എബ്രഹാമിന്റെ ഫാമിലിയുടെ കൂട്ടാക്കി അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ദൈവമാണ് ചുരുക്കം. ഇപ്പൊ ഇവിടെ മോസസ് വഴി പറയുവാണ്, ദൈവം പറയാണ് അവരുടെ നടുവിൽ വസിപ്പാൻ. ദൈവത്തിന്റെ ആഗ്രഹമാണ് മനുഷ്യരുടെ നടുവിൽ വസിക്കണമെന്ന്. ഇസ്രായേൽ മക്കളിനെ ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് എന്താ പറയുക, അവിടെ നിന്ന് കൊണ്ടുവരുമ്പോ ആ ചെങ്കടലിലെ പകുത്ത് വരുമ്പോ അവർക്ക് രാവും പകലും കൂട്ടായിട്ട് ദൈവമുണ്ട്. മനുഷ്യന്റെ കൂടെ, തന്റെ മക്കളുടെ കൂടെ രാവും പകലായിട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്ന, രാവിലും പകലും കൂടെ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ദൈവം, ഇവരെ നടുക്ക് താമസിക്കാൻ വസിക്കാൻ താല്പര്യപ്പെടുന്ന ദൈവം ഇവരോട് പറയുക, യഹോവ പറയുക മോശയോട്, ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കുക, എല്ലാവരോടും പറയുക അല്ലെ. ഇത് ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന കാര്യമില്ല, ഒരു കുലത്തിന് കൊടുത്തിരിക്കുന്ന കാര്യവും എല്ലാവരോടും പറയുക. എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ, വഴിപാട് ഓഫറിങ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു ഓഫറിങ് കൊണ്ടുവരിക അല്ലെ, എനിക്ക് എനിക്ക് വസിക്കുന്നതിന് വേണ്ടി ഒരു മന്ദിരം പണിതിന്റെ കാര്യമുണ്ട്. അതിന് മന്ദിരം എന്ന് പറഞ്ഞാൽ അമ്പലം അല്ല, ടെമ്പിൾ എന്നുള്ള രീതിയിൽ, സിനഗോഗ് എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. എന്താ പറയാ, ദൈവത്തിന് വസിക്കാനുള്ള ഒരാളും അല്ലെ, അതിന് എനിക്കൊരു വഴിപാടിന്റെ ആവശ്യമുണ്ട്. ഇസ്രായേൽ മക്കളോട് എല്ലാവരോടും പറയുക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. നല്ല മനസ്സോടെ തരുന്നവര് അല്ലെ, നല്ല മനസ്സോടുകൂടി ഞാൻ ഈ താഴെ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് തരുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നീ അത് ഏറ്റെടുക്കും. എന്നിട്ട് 8ാമത്തെ വാക്ക് പറയാ, അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാകണം. ഇനിയിപ്പോ എന്തിനെ പറ്റിയൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ വായിച്ചു, പൊന്നു, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ട് രോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റത്തോൾ, തഹശൂതോൾ, ഖത്തിരമരം, വിളക്കിന് എണ്ണ, അഭിഷേക തൈലത്തിനും പരിമളത്തിനും, സുഗന്ധവർഗം, എഫോദിനും മാർപതക്കത്തിനും പതിപ്പാൻ ഗോമേദ കല്ല്, രത്നങ്ങൾ എന്നിവ. ഇപ്പൊ ഗോമേദക കല്ല്, രത്നങ്ങൾ എന്നിവ എന്ന് പറയുമ്പോഴും സ്വർണം, വെള്ളി എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാ. കാര്യം എന്ന് പറഞ്ഞു വെച്ചുകഴിഞ്ഞാല് നല്ലൊരു എമൗണ്ട് വരുന്ന കാര്യം തന്നെയാ. അപ്പൊ നമുക്കറിയാം, ഇസ്രായേല് ഈജിപ്തില് അടിമകളായിട്ട് 400 വർഷക്കാലം അവരവിടെ താമസിച്ച വ്യക്തികളാണ്. അവരുടെ കയ്യിൽ ഗോതമ്പേതോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ. അത് ദൈവം ഇവരോട് പറഞ്ഞു, നിങ്ങള് അവിടെ നിന്ന് ഈജിപ്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ അയലോക്കത്തുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറഞ്ഞു. ദൈവം തന്നെ അയലോക്കത്തുള്ളവരുടെ മനസ്സിൽ, കണ്ണിൽ ഇവർക്ക് ഫേവർ ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട്, അയലോക്കത്തുള്ളവരെ കൊണ്ട് കൊടുപ്പിച്ചതാണ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഗിഫ്റ്റായിട്ട് കൊടുത്ത കാര്യം തന്നെയാണ് അല്ലെ. അല്ലാതെ ഇവര് ഉണ്ടാക്കിയതൊന്നുമല്ല, ഇവർക്ക് സ്വന്തമായിട്ട് ഉണ്ടായതൊന്നുമല്ല അല്ലെ. പക്ഷെ ഇവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചു, വർക്ക് കൂലി പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവര് അല്ലെ. അപ്പൊ അങ്ങനെ ഓഫ്കോഴ്സ് അങ്ങനെ വർക്ക് ചെയ്യാനുള്ള കൃപ ദൈവം തന്നെ കൊടുക്കുന്ന കാര്യമാണല്ലോ. അപ്പോ ഇവിടെ ദൈവം പറയുക, നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നതിൽ നിന്ന് എനിക്ക് താല്പര്യമുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് കൊണ്ടുവരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു മന്ദിരം പണിയണം. അപ്പൊ അതിന്റെ വിശുദ്ധ മന്ദിരം വേണം. അതിന് വിശുദ്ധ മന്ദിരം നീ ഉണ്ടായി കഴിയുമ്പോൾ നിന്റെ ഇടയിൽ എനിക്ക് വസിക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ ദൈവം ഇവിടെ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സാക്രിഫൈസിനെ പറ്റിയാ പറയുന്നത് അല്ലെ. ഒരു സാക്രിഫൈസ് ഇതിനെപ്പറ്റിയാ ദൈവം പറഞ്ഞിരിക്കുന്നത്. സാക്രിഫൈസ് എവിടെയാണ് നടക്കുന്നത്? ഓൾട്ടറിലാണ് നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇത് യാഗപീഠത്തിലാണ് ഒരു യാഗം നടക്കുന്നത് അല്ല. വേറെ എല്ലായിടത്തും കൊണ്ട് നമുക്ക് യാഗം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ ഏറ്റവും വിലപ്പെട്ടതാണ് ചോദിക്കുന്നത്. അപ്പൊ ദൈവം ഇവിടെ ചോദിക്കുക, സ്വർണം തരാൻ പറയുന്നു അല്ലെ, വെള്ളി കൊടുക്കാൻ പറയുന്നു, ഗോമേത കല്ല് കൊടുക്കാൻ പറയുന്നു, രത്നം കൊടുക്കാൻ പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് കൊടുക്കാൻ ദൈവോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാല് സ്വമനസ്സോടെ, നല്ല മനസ്സോടുകൂടി. ആരും നിർബന്ധിക്കൊന്നുമില്ല. ആ രാജ്യത്തിന് മൊത്തം എത്രയോ പേരുണ്ടായിരുന്നു. അവരോടെല്ലാം ദൈവം ഇങ്ങനെ പൊതുവായിട്ട് കൊടുക്കുന്ന ഒരു കോളാണ് അതല്ലേ. ആർക്ക് വേണമെങ്കിലും കൊണ്ടുവരാം. സ്വമനസ്സായിട്ട് കൊണ്ടുവരുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് മാത്രമേ ഇത് കൈപ്പറ്റൂ. എന്നിട്ട് ഇവിടെ എനിക്കായിട്ട് ഒരു മന്ദിരം പണി എന്ന് പറഞ്ഞിരിക്കുന്നത്
അല്ലെ? അപ്പോ ദൈവം ഇവിടെ നമ്മളോട് ചോദിക്കുന്നതെന്ന് വെച്ചാല് നിങ്ങളൊരു സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണോ? നിങ്ങൾക്ക് വിലപ്പെട്ടതുള്ളതിനെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണോ? അങ്ങനെ നീ നിനക്ക് വിലപ്പെട്ടതിനെ സാക്രിഫൈസ് ചെയ്യുവാണെങ്കിൽ ഞാൻ വന്ന് നിന്റെ ഇടയിൽ വസിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലെ? ഇസ്രായേൽ മക്കൾ കംപ്ലീറ്റ് ഉള്ള ആൾക്കാരോട് പറഞ്ഞിരിക്കുന്ന കാര്യം കുറെ അധികം പേര് കൊണ്ടുവന്നു. ചില ആൾക്കാർ പിന്നെയും പിന്നെയും കൊണ്ടുവന്നു. എന്നിട്ട് ആവശ്യത്തിന് അധികമായി കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെയും കൊണ്ടുവന്നുകൊണ്ടിരുന്നു അല്ലെ? അത് അപ്പൊ മോസസ് അത് തിരിച്ചു കൊടുത്തുവിടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് എന്താ പറയാ ആവശ്യമുള്ള രീതിയിൽ ആവശ്യമുള്ള കാര്യങ്ങള് നിങ്ങൾ സ്വമനസ്സോടെ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഒരു സാക്രിഫൈസ് ആണ് അല്ലെ? അതവിടെ നീ ഒരു സാക്രിഫൈസ് ചെയ്യുക, നിന്റെ ജീവിതത്തിൽ നിന്ന് നിനക്ക് ഏറ്റവും വിലപ്പെട്ട സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുമ്പോ നീ അവിടെ എനിക്ക് വേണ്ടി ഒരു ഓൾട്ടർ നീ പണിയാണ് ചെയ്യുന്നത്. ഓൾട്ടർ എന്ന് പറയുമ്പോ നമുക്കറിയാം യാഗപീഠം. ആ യാഗപീഠത്തില് നടക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്വർഗവും ഭൂമിയും കൂടി ഒരുമിച്ച് വരുന്ന ഒരു 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 പോയിന്റ് ആണ് യാഗപീഠം എന്ന് പറഞ്ഞാൽ അല്ലെ? അവിടെ ദൈവം വന്ന് യാഗപീഠത്തെ മനസ്സറിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന കാര്യത്തെ ദൈവം അത് എടുക്കുക തന്നെ സ്വീകരിക്കുക ചെയ്യുക തന്നെ ചെയ്യും. ദൈവമാണ് ഏറ്റവും വലിയൊരു യാഗപീഠം പണിത്. ക്രോസ് ഓഫ് കാൽവരി എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഗപീഠം അല്ലെ? ബലി കൊടുത്ത് ബലിക്കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബലി, ഏറ്റവും വലിയ ലോകത്തിൽ വെച്ച് ഇനി കൊടുക്കാൻ ഇത്ര വലിയൊരു ബലി ഇനിയില്ല. യേശുക്രിസ്തുവിന്റെ മരണം സ്വന്തം മകനെ ഈ ലോകത്തിലേക്ക് കൊടുത്തതാണ്. ലോകത്തിനു വേണ്ടി ബലി കൊടുത്താണ്. പിതാവ് ബലി കൊടുത്താണ് ക്രോസ് ഓഫ് കാൽവരി. അതുപോലത്തെ ഒരു ബലി കൊടുക്കത്തില്ല അല്ലെ? ഒരു വ്യക്തിയും കൊടുക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ദൈവം ഇവിടെ ചോദിക്കുക, നിനക്ക് എനിക്കൊരു ബലി തരാൻ സാധിക്കുമെങ്കിൽ അവിടെ ഞാൻ വന്ന് വസിക്കും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് പ്രിയപ്പെട്ടത് അല്ലെ? ഞാൻ നിന്നോട് ചോദിക്കും, നിനക്ക് പ്രിയപ്പെട്ടതാ, നിനക്ക് പ്രിയപ്പെട്ടത് തരാൻ നിനക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ വന്ന് അവിടെ വസിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, ഓ ദൈവം എനിക്ക് പ്രിയപ്പെട്ടതിനെ എടുത്തിട്ടാണ് ദൈവം വന്ന് വസിക്കാൻ പോകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾക്ക് പ്രിയപ്പെട്ടത് അതൊന്നും ദൈവത്തിന്റെ പ്രസൻസിനോളം വരത്തില്ല ഒരിക്കൽ പോലും. സൃഷ്ടാവായ ദൈവത്തിന്റെ പ്രസൻസിനോട് ഒരിക്കൽ പോലും വരത്തില്ല. അതും മനസ്സിലാക്കിക്കൊണ്ടാണ് എബ്രഹാം തയ്യാറായിരുന്നു ഐസാക്കിന് ബലി കൊടുക്കുന്നതിന് വേണ്ടി അല്ലെ? പോളിന് തയ്യാറായിരുന്നു, സ്വന്തം ജീവിതത്തെ മൊത്തം ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നു. കാരണം ദൈവത്തിന്റെ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനേക്കാളും വലുതാണ്. പീറ്ററും ജെയിംസും ജോണും അല്ല അവരുടെ ജീവിതത്തെ തന്നെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ടാ ഇറങ്ങി വന്നത് അല്ലെ? പീറ്ററും ആൻഡ്രുവും ജെയിംസും ജോണും കൂടെ അവര് ബിസിനസ് ഉണ്ടായിരുന്നു. അവർക്ക് വലയുടെ അല്ലെ മീനിന്റെ അവര് വിഷർമൻ അവർക്ക് ബിസിനസ് ഉള്ളായിരുന്നു. അവരതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ്. പീറ്ററിനെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ, വള്ളം നിറച്ച് മീൻ കിട്ടിക്കഴിഞ്ഞപ്പോ പീറ്റർ അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ അല്ലെ, ഒരു മിറക്കലിനെ മൈൻഡ് ചെയ്യാതെ ഇത്ര വലിയൊരു ബ്ലെസ്സിങ് ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരു എന്താ പറയുക ബ്ലെസ്സിങ്ങിനെ മൈൻഡ് ചെയ്യാതെ ബ്ലെസ് ചെയ്തതിന്റെ കൂടെ അനുഗ്രഹിച്ചവന്റെ പുറകെ വന്നതാണ് പീറ്റർ ചെയ്തത്. അപ്പൊ ഇങ്ങനെ ദൈവം ചോദിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കാര്യമല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒന്നൊന്ന് വിചാരിച്ചു നോക്കുക. ദൈവം ഫറോ ഈ ലോകത്തിന്റെ അന്നത്തെ സമയത്ത് ഈജിപ്തിന്റെ രാജാവായിരുന്ന ഫറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫറോ ദൈവത്തെ പോലെയായിരുന്നു അല്ലെ ഈജിപ്തിന്. അപ്പോ ദൈവം മോസസിനെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഫറവോയ്ക്ക് ദൈവത്തെ പോലെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫറവോ അന്നത്തെ കാലത്ത് വലിയ ദൈവമായിരുന്നു. വലിയ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന കൂടോത്രം മന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്നതിന് മന്ത്രവാദിന്റെ ഒക്കെ ഏറ്റവും ടോപ്പായിരുന്ന വ്യക്തിയാണ് ഫറവോ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെ? ആ ഫറവോന്റെ മുമ്പിൽ ദൈവമാക്കി തീർത്തിരിക്കും മോസസിനെ ദൈവം അല്ലെ? അപ്പോ ആരൻ മോസസിന്റെ പ്രോഫറ്റ് ആയിരിക്കും എന്ന് ദൈവം പറഞ്ഞിരിക്കുക. അപ്പൊ ഈ ഫറവോ എന്ന് പറഞ്ഞവൻ ഈ ലോകത്തുള്ളവൻ, ഈ ലോകം വാണോണ്ടിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാച്. ഫറവോ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരുന്ന പിശാചിന്. അവന് ഇസ്രായേൽ മക്കളുടെ സകല വിധത്തിലുള്ള ബ്ലെസ്സിങ്സും എന്താ പറയാ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം അതിനെയെല്ലാം വിടുവിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ വലിയൊരു അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞപ്പോ ദൈവം അത് ചോദിക്കും, നീ അതെനിക്ക് തരുമോ എന്ന് ചോദിക്കും. നീ അതെനിക്ക് തരുമോ? ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നീ എനിക്ക് തരുമോ? നീ എനിക്ക് തരാൻ താല്പര്യമാണെങ്കിൽ, നിന്റെ സ്വന്തം മനസ്സിൽ നിന്ന് തരാൻ താല്പര്യമാണെങ്കിൽ ഞാൻ വന്ന് നിന്റെ ഇടയിൽ വസിക്കും. പുറപ്പാടിന്റെ തന്നെ 20ാമത്തെ ചാപ്റ്റർ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. നീ 20ാമത്തെ ചാപ്റ്റർ 24ാമത്തെ വാക്കിന് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് മണ്ണുകൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെ സമാധാന യാഗങ്ങളെ നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ഞാൻ എന്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏതു സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്നു നിന്നെ അനുഗ്രഹിക്കും.
ഞാൻ എൻ്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്നിടത്ത്, ഞാൻ എൻ്റെ പേര് റെക്കോർഡ് ചെയ്യുന്നിടത്ത് ഞാൻ വരും എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരം ഒരു ഓൾട്ടർ യാഗം ചെയ്യുവാണെങ്കിൽ, ഒരു യാഗപീഠം ഉണ്ടാക്കുവാണെങ്കിൽ ദൈവം അവിടെ വരത്തില്ല. ദൈവത്തിന് താല്പര്യമില്ല. അങ്ങനെയുള്ളിടത്ത് വരുന്നതിന് ദൈവത്തിന് താല്പര്യമില്ല. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വമനസ്സാലെ ഞാൻ പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ, എനിക്കൊരു വിശുദ്ധ മന്ദിരം ചെയ്യുവാണെങ്കിൽ, എനിക്കൊരു വിശുദ്ധ മന്ദിരം പണിയുവാണ്, അവിടെ ഞാൻ വന്ന് വസിക്കും എന്ന് ദൈവം പറഞ്ഞിരിക്കുക. സൃഷ്ടാവായ ദൈവം വസിക്കാൻ താല്പര്യപ്പെടുന്നു നമ്മുടെ ഇടയിൽ, അല്ലെ? നമ്മളുടെ ഹൃദയം, നമ്മളുടെ ജീവിതം ആ ഓൾട്ടറായിട്ട് വെക്കാൻ നമ്മൾ താല്പര്യപ്പെടുകയാണെങ്കിൽ, അവന് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ, അവൻ കൂടെ ഉണ്ടായിരിക്കും എന്ന് ചുരുക്കം. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 15-ാമത്തെ ചാപ്റ്ററിൽ പോയപ്പോ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞ്, നിങ്ങള് എൻ്റെ എന്താ പറയുക, എൻ്റെ സ്നേഹത്തിൽ അബൈഡ് ചെയ്യുന്ന വ്യക്തികളായിരിക്കണം, അല്ലെ? അപ്പോ എൻ്റെ ആ ഒരു പീസ്, എൻ്റെ ഒരു ജോയ് നിങ്ങളിൽ പെർഫെക്റ്റഡ് ആയിരിക്കും. ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ അബൈഡ് ചെയ്യുന്നത് പോലെ, അല്ലെ? ഞാൻ എൻ്റെ എൻ്റെ പിതാവിന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ വസിക്കണം എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ യേശുക്രിസ്തു എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിന്റെ സ്നേഹത്തിൽ അബൈഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവം പിതാവ് പറയുന്ന പോലെ എല്ലാം കേട്ടുകൊണ്ട്, അല്ലെ? പിതാവിന്റെ കൽപ്പനകൾ അതേപോലെ അനുസരിച്ചുകൊണ്ട് യേശുക്രിസ്തു തന്റെ പിതാവിന്റെ സ്നേഹത്തിൽ ജീവിച്ച ഒരു വ്യക്തി. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്ക്, തൃത്വത്തിൽ രണ്ടാമത്തെ വ്യക്തിയാണ് യേശുക്രിസ്തു. യേശുവിനും പിതാവിനും ഒരൊറ്റ ആത്മാവ് മാത്രമുള്ള ആത്മാവിന്റെ പേരാണ് ഹോളി സ്പിരിറ്റ്. എന്നിട്ടും കൂടെ മനുഷ്യനായിട്ട് ഈ ലോകത്തുള്ളപ്പോ, ഇനിയിപ്പോ മനുഷ്യനല്ല ഇപ്പൊ പിതാവിന്റെ വലഭാഗത്തിരിക്കുന്ന ഇന്ന്, അല്ലെ? ഇപ്പോഴും മനുഷ്യനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും യേശുക്രിസ്തു ചെയ്യുന്ന ഒരൊറ്റ കാര്യം മാത്രമുള്ളൂ, പിതാവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതല്ലാതെ വേറൊരു കാര്യം യേശുക്രിസ്തു ചെയ്യത്തില്ല. പിതാവ് എന്ത് പറയുന്നു, ഇതിങ്ങനെ സാക്രിഫൈസ് ചെയ്യുമെന്ന് പറയുമ്പോ അത് തന്നെ ചെയ്യും, അല്ലെ? യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ദൈവമേ ഇത് അങ്ങേക്ക് പറ്റും, അങ്ങേക്ക് പറ്റാത്ത കാര്യത്തെ പറ്റിയല്ല പറഞ്ഞത്, എല്ലാം സാധിക്കുന്നവൻ ദൈവം. ഈ പാനപാത്രം, ഈ സഹനത്തിന്റെ ഈ പാനപാത്രം അങ്ങയുടെ കൈ തന്നിരിക്കുക, അതൊന്നും എടുത്ത് മാറ്റണം. പക്ഷെ എന്നാലും എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം തന്നെ നടക്കണം, അല്ലെ? ഏറ്റവും കഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു മനുഷ്യവർഗത്തിൽ ഒരാൾക്ക് പോലും ഉണ്ടാകത്തില്ല. യേശുക്രിസ്തു അനുഭവിച്ചത് വെറും ഒരു ശരീരത്തിൽ കൊണ്ട് അടിമാത്രമായത്. ലോകത്തിന്റെ മൊത്തം പാപം യേശുവിന്റെ തലയിലായിരുന്നു വിചാരിച്ചു. പാപം ഒരിക്കൽ പോലും ചെയ്യാത്ത വ്യക്തി പാപമായി തീർന്നു നമുക്ക് വേണ്ടി. നമ്മൾ ചെയ്യാത്തൊരു കുറ്റം, നമ്മൾ ഒരിക്കൽ പോലും ചെയ്യാത്ത കുറ്റം നമ്മുടെ തലയിലേക്ക് ആരെങ്കിലും ഒന്ന് കെട്ടി വെക്കാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, നമ്മൾക്കത് എങ്ങനെ അനുഭവപ്പെടും? നമ്മൾ മോശപ്പെട്ട കാര്യമൊന്നും ചെയ്യാത്തൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്തൊരു കള്ളത്തരം, ആൾക്കാർ നമ്മളിപ്പോ നമ്മുടെ വർക്ക് പ്ലേസിലോ നമ്മളുടെ കുടുംബത്തിലോ നമ്മൾ ചെയ്യാത്തൊരു തെറ്റിനെ പറ്റി എല്ലാവരോടും കൂടി ആ തെറ്റെടുത്ത് നമ്മുടെ തലയിലേക്ക് വെച്ച് തരുവാണെങ്കിൽ ഉള്ള ഒരു അവസ്ഥയൊന്നും നമ്മളൊന്ന് ഓർത്ത് നിൽക്കും. ഒരു ചെറിയതാണെങ്കിൽ ഒന്ന് വിചാരിച്ചു പോകും. ഒരു ചെറിയ തെറ്റിന്റെ കാര്യം പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, ഒരു ഗോസിപ്പ് പറഞ്ഞു എന്നൊക്കെയാണെന്നൊന്ന് വിചാരിച്ചു നോക്കും. ഒരു ചെറിയ തെറ്റാണെങ്കിൽ പോലും അത് നമ്മൾ ചെയ്യാത്ത കാര്യം നമ്മുടെ തലയിലേക്ക് ആൾക്കാർ എടുത്തു വെച്ച് തരുവാണെങ്കിൽ ഉള്ളൊരവസ്ഥ എന്ന് ഓർത്ത് നോക്കി. അപ്പൊ ഈ ലോകത്തിന്റെ മൊത്തം പണ്ട് നടന്ന പാപം ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വരാതിരിക്കുന്ന പാപം സകലതും എല്ലാം കൊണ്ട് എടുത്ത് യേശുക്രിസ്തുവിന്റെ തലയിലേക്ക് പിതാവ് വെച്ചു കൊടുത്തു എന്ന് പറയുമ്പോ ഒന്ന് വിചാരിച്ചു നോക്കിയേ ആ ഒരു അവസ്ഥ. എന്നിട്ട് കൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പിതാവേ അങ്ങക്ക് താല്പര്യമാണെങ്കിൽ മാത്രം ഇതൊന്നും എടുത്ത് മാറ്റിക്കളയണം എന്ന് പറഞ്ഞിരിക്കുക. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യേശു അവിടെ തന്റെ സ്നേഹം കൊണ്ട്, തന്റെ ജീവിതം കൊണ്ട് അവിടെ ഒരു ഓൾട്ടർ, ഒരു യാഗപീഠം പണിയുമായിരുന്നു. ആ യാഗപീഠത്തിൽ അർപ്പിക്കേണ്ട ബലി പിതാവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബലിയായിരിക്കണം. അതാ ദൈവം നമ്മളോടും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ 25-ാമത്തെ ചാപ്റ്ററിന് 1 തൊട്ട് 8 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ നമ്മളോട് ദൈവം ഇതാ പറഞ്ഞു, ഞാൻ വന്ന് വസിക്കണമെങ്കിൽ നീ എനിക്ക് താല്പര്യമുള്ള പോലത്തെ ഒരു ബലി എനിക്ക് അർപ്പിക്കേണ്ടത്. നിന്റെ പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ ഗോമേതകവും എന്താ പറയാ രത്നങ്ങളും സ്വർണവും വെള്ളിയും അതുപോലുള്ള സകല കാര്യങ്ങളും നിനക്ക് ഈജിപ്തിൽ നിന്ന് കിട്ടിയ നിനക്ക് വലിയ സ്വത്താണെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നീ അത് എനിക്ക് വേണ്ടി യാഗം കഴിപ്പിച്ചുകൊണ്ട് കൂടെ ഞാൻ വന്ന് താമസിക്കും എന്ന് പറഞ്ഞിരിക്കുക. ഇത് തന്നെ നമ്മളോട് എല്ലാവരോടും ദൈവം പറയുക. നമ്മൾ അങ്ങനത്തെ ഒരു യാഗം തയ്യാറാണെങ്കിൽ ദൈവം വന്ന് നമ്മുടെ ജീവിതത്തിൽ വസിക്കുക തന്നെ ചെയ്യും.
അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുക, അതിനെപ്പറ്റി നമ്മൾ പ്രാർത്ഥിക്കുക, കൃപ തരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നത്. കർത്താവെ, താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ ഗോഡ്. മൈറ്റി ഗോഡ്, താങ്ക് യു ജീസസ് മാസ്റ്റർ. കർത്താവെ, അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബലി തരാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലല്ല, അങ്ങേക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കർത്താവെ. അങ്ങ് ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്നതിന് വേണ്ടി കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ, ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ ഡിസയറും എല്ലാം ആകുന്നതിന് വേണ്ടി താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. ഹല്ലേലൂയ ഫാദർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ബലി തരാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവേ ലോർഡ് ഫാദർ ഗോഡ്. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ഹൃദയം എല്ലാം ഒരു ബലിക്കല് തന്നെ ആയിരിക്കട്ടെ കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇൻ ജീസസ് നെയിം. ആമേൻ. ഇത് കേട്ട നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.